ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു പംകിൻ സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കലിന് ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ പംകിൻ സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പംകിൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ മത്തൻ വന്നിട്ട് നമ്മുടെ അളവിനനുസരിച്ചിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് എത്രത്തോളം സ്വീറ്റ് വേണം അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ മത്തനെന്നും പറയും, ചില സ്ഥലങ്ങളിൽ ഇത് മത്തങ്ങ എന്നും പറയും. ഇതുപോലൊരു മത്തനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിന് പുറത്തുള്ള നല്ല ഹാർഡായിട്ടുള്ള തൊലിയാണ് ഇതിന് പുറത്തുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. അതുപോലെ തന്നെ ഇതിനുള്ള സീഡൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റണം. ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ മത്തൻ വെച്ചിട്ട് കറികളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത്. വളരെ കുറച്ച് പേര് മാത്രമായിരിക്കും നമ്മുടെ മത്തൻ വെച്ചിട്ട് സ്വീറ്റ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ പറഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ മത്തൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്വീറ്റ് തയ്യാറാക്കുന്നതെന്ന്. എന്നാൽ ശരി, നമുക്ക് സമയമൊന്നും കളയണ്ട, പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ മത്തനെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് എൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ മാറ്റിയിട്ട് ആ സീഡൊക്കെ മാറ്റി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിനാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോകുന്നൊരു സംഭവമാണ്. അതിൻ്റെ പേരിൽ അത്യാവശ്യം വലിയൊരു പീസിലിടുമ്പോൾ മാത്രമേ കുറച്ചെങ്കിലും ഇങ്ങനെ ഉടഞ്ഞു പോകാൻ നമുക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ പേരിൽ മാത്രമാണ്. അപ്പോൾ ഇതുപോലെ വലിയ വലിയ പീസാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ ഇടാൻ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെക്കണം. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നെയ്യ് വന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതിൻ്റെ പേരിലാണ് ഇച്ചിരി കട്ടയായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമേ ഉണ്ടാവുള്ളൂ. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു 150 ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ള ശർക്കരയാണ്. അപ്പോൾ അധികം കല്ലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നോർമലായിട്ടുള്ള കളറ് കുറച്ച് കൂടുതലുള്ള ശർക്കര വേണമെങ്കിൽ അത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലുള്ള ശർക്കരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. ഇതിപ്പോൾ ഒരു 150 ഗ്രാമിലുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു 1/2 കപ്പിൽ നിന്നും ഒരല്പം കുറവായിട്ട് പഞ്ചസാരയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ല കുറച്ച് മധുരം മതിയെങ്കിൽ ഈ ശർക്കര മാത്രം മതിയാവും. അതല്ല നല്ലതുപോലെ മധുരം വേണമെങ്കിൽ ഒരു നോർമൽ മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു 1/2 കപ്പിൽ നിന്ന് ഒരല്പം കുറവായിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഈ സമയത്ത് എല്ലാം മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഫ്ലെയിം ഒന്നും വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ശർക്കരയും പഞ്ചസാരയൊക്കെ ഒന്ന് അലിയിച്ചെടുക്കണം. നല്ലതുപോലെ ഫ്ലെയിം വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രമേ നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളം വെച്ചിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ നല്ലതുപോലെ ഒന്ന് ഹാർഡായി പോകും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. ഇച്ചിരി നല്ലതുപോലെ ഉരുകി കിട്ടിയാൽ മാത്രം മതിയാവും. ഇതുപോലെ നമ്മുടെ ശർക്കരയും പഞ്ചസാരയും എല്ലാം നന്നായിട്ടൊന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 30-40 സെക്കൻഡ് മാത്രമേ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തിട്ടുള്ളൂ. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിതാ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തൻ കൂടിയാണ്. അതും ചേർത്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ ഈ മത്തനിൽ ധാരാളം വെള്ളമുള്ളതാണ്. അതിൻ്റെ പേരിൽ വീണ്ടും എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇതിൽ നിന്ന് തന്നെ ഈ മത്തനിൽ നിന്ന് തന്നെ അധികം നല്ലതുപോലെ വെള്ളം ഇറങ്ങിക്കോളും. എന്നിട്ട് നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും. ഇതുപോലെ നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെക്കാം കേട്ടോ. എന്നാലും നല്ലതുപോലെ സിമ്മിൽ വെക്കേണ്ട ആവശ്യമില്ല. അതായത് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെക്കേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ മത്തനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. എന്നാൽ ശരി, ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ മത്തനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം.
നമ്മുടെ മത്തനിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് നല്ലതുപോലെ ഇതുപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ തൊടും മുന്നേ തന്നെ ഇതിങ്ങനെ ഇതുപോലെ അങ്ങ് സോഫ്റ്റ് ആയിട്ട് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ പതുക്കെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമ്മളിത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇളക്കി കൊടുക്കുക ഒന്നും വേണ്ട. കൂടുതലായിട്ട് ഇളക്കിയാൽ നല്ലതുപോലെ അതിങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പേരിലാണ് അധികം ഇളക്കണ്ടെന്ന് പറഞ്ഞത്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടിയാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ മാത്രമേ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവർ നമുക്ക് ഇതിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഏലക്ക പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിണ്ട് കമൻറ്റായിട്ട് കൊടുത്തിരിക്കാം കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഏലക്ക പൊടിക്കുന്നത് വളരെ ഈസി ആയിട്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം, അതായത് നമ്മുടെ ഷുഗർ സിറപ്പ് എല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുത്താൽ മതിയാകും. വീണ്ടും നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ വെള്ളം അങ്ങനെ തന്നെ വറ്റാതെ കുറേ സമയം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. എപ്പോഴും നമ്മൾ സ്വീറ്റ്സൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ വളരെ ലൈറ്റായിട്ട് ഒരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ചൂടായിട്ട് കഴിക്കുന്നതിനേക്കാളും കുറച്ച് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്കിത് അറിയാൻ പറ്റുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. ഇനി നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി ചേർത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ തന്നെയാണ്. പിന്നെ അത് പറഞ്ഞറിയിക്കാനേ പറ്റില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന ഒന്നാണ്. അപ്പം മത്തനൊക്കെ അധികം വാങ്ങുന്ന സമയത്തൊക്കെ തയ്യാറാക്കുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് ഇതിലുണ്ടായിരുന്ന കംപ്ലീറ്റ് വെള്ളവും വറ്റിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ സ്വീറ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇത്രയും ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മത്തൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ മത്തനൊക്കെ എന്തോരം വെന്തിട്ടുണ്ടെന്ന്, എന്തുമാത്രം വെന്തിട്ടുണ്ടെന്ന്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരും. കണ്ടാ, ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഉള്ളത്. ഇതുപോലെ ഇത് ഇത്രയും തന്നെ മതിയാവും കേട്ടോ. ഇനി ഒരുപാട് സമയം ഇട്ട് നമ്മളിങ്ങനെ ഇളക്കുക ഒന്നും ആവശ്യമായിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി, ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരുന്ന സമയം കൊണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് നട്ട്സും കൂടി. നമ്മുടെ കയ്യിലുള്ള നട്ട്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം, ബദാം, പിസ്ത, എന്തുണ്ടെങ്കിൽ എന്ത് നട്ട്സ് ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നട്ട്സും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ലൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ്. നമ്മുടെ നട്ട്സ് എല്ലാം ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വീറ്റിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നട്ട്സും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അതിന് ശേഷം ചൂടോടുകൂടിയോ അല്ലാന്നുണ്ടെങ്കിൽ തണുത്തതിന് ശേഷമോ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.